നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ബി ജെ പിയുടെ ഏതാണ്ട് 3 പേർ MLA ആയി. BJP വളർന്നുകൊണ്ടിരിക്കുന്നു. BJPയുടെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച, BJPയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ഒരാളാണ് കെ സുരേന്ദ്രൻ. പക്ഷെ അദ്ദേഹം തോറ്റുപോയി. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് മാൻഡേറ്റ് അദ്ദേഹത്തിനാണ് കൂടുതൽ, 67,000-ഓളം വോട്ട് കിട്ടി. ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടുത്തെ മുസ്ലിം ഏകീകരണം, ധ്രുവീകരണം, അതൊക്കെ കൊണ്ട് തോറ്റു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പോസ്റ്റും ഇല്ലാതെ നടക്കുകയാണ് സുരേന്ദ്രൻ. ഇനി സുരേന്ദ്രന്റെ ഭാവി എന്താകും എന്നുള്ളതാണ്. ഒരു നല്ല യുവമോർച്ചയുടെ നല്ല ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു, BJPയുടെയും നല്ല സംസ്ഥാന അധ്യക്ഷനായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ചില കുഴപ്പങ്ങളൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസം അല്ല, BJPയുടെ നല്ല സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത, സ്വീകാര്യമല്ലാത്ത ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി ഒരു സംസ്ഥാന പ്രസിഡന്റ് പറ്റില്ല. പക്ഷെ അദ്ദേഹം സംഘടനാപരമായ ആദർശവും നിലപാടും നയവും ഒക്കെ പാർട്ടിയുടെ ഇതനുസരിച്ചാണ് വേണ്ടത്. സംഘടനാപരമായി നോക്കിയാൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനെ എല്ലാവരും പാടിപ്പുകഴ്ത്തുന്നു. ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് വലിയ രീതിയിൽ സ്കോർ ചെയ്തു എന്ന് പറയുന്നു. 3 സീറ്റ് ഞാൻ വിയോജിക്കുന്നു. എല്ലാവരും പാടിപ്പുകഴ്ത്തുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ അപ്പൊ അല്ല, കുറച്ചുപേരെങ്കിലും ഇദ്ദേഹത്തെ സംസ്ഥാന, പിന്നെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആക്രമണം ഉണ്ടാകുന്നില്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, കെ സുരേന്ദ്രനായിരുന്നുവെങ്കിൽ സംഘടിതമായ ആക്രമണം ഉണ്ടാകുന്നില്ല. ഇപ്പൊ കെ സുരേന്ദ്രൻ 20% അടുപ്പിച്ച് വോട്ട് എത്തിയിടത്തു നിന്നാണ് 11% വോട്ട് പെർസെന്റേജ് താണിട്ട് പോലും. BJPക്ക് ഒറ്റയ്ക്ക് 11 പോയിന്റ് ചില്ലുവാനേ ഉള്ളൂ. അപ്പൊ 11% താഴ്ന്നിട്ട് പോലും 12% കൂട്ടിക്കും. അപ്പോൾ അതിലേക്ക് താഴ്ന്നിട്ട് പോലും കേരളത്തിലെ ആൾക്കാർ ഒരു മാസീവ് അറ്റാക്ക് നടത്തുന്നില്ല. നേരെ മറിച്ച് സുരേന്ദ്രനിലേക്ക്, അതായത് എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ കേരളത്തിലുണ്ട്, കേരളത്തിൽ എല്ലാവരുമായി പരിചയിച്ച് പ്രവർത്തിച്ച് വളരെ അടുപ്പമുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുക എളുപ്പം. വളരെ ലളിതമായിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മാവിന് കല്ലെറിഞ്ഞിട്ടുണ്ടോ കൊച്ചിലെ? ഇല്ല. മാവിന് ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട്. മാങ്ങയില്ലാത്ത മാവിൽ ആരെങ്കിലും കല്ലെറിയില്ല. മാങ്ങയുള്ള മാവിലേ കല്ലെറിയുള്ളൂ. അപ്പോൾ സുരേന്ദ്രനെ എന്തുകൊണ്ട് സംഘടിതമായി ആക്രമിക്കുന്നു എന്നുള്ള മാധ്യമങ്ങളടക്കം അതിലുണ്ട്. കാരണം സുരേന്ദ്രന് സ്റ്റഫുണ്ട്, അതുകൊണ്ടാണ്. സുരേന്ദ്രൻ എന്ന ഒരു നേതാവിൽ സ്റ്റഫുണ്ട്. ഞാൻ ശ്രീല പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുരേന്ദ്രൻ 20% വോട്ടും ഒരു MP സ്ഥാനവും കിട്ടിയപ്പോൾ പോലും സുരേന്ദ്രനെ വേട്ടയാടുകയായിരുന്നു. അത് അവിടെയാണ് സുരേന്ദ്രന്റെ മെറിറ്റ് ഞാൻ കാണുന്നത് അവിടെയാണ്. അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ചില യോഗ്യതകൾ ഉള്ളതുകൊണ്ടാണ്. അവിടെ ശ്രീല പറഞ്ഞ കണക്കിൽ ഒരു ചെറിയ പെശകുണ്ട്. കാരണം NDAക്കാണ് 20% വോട്ട്. BJP അല്ല, സത്യത്തിൽ ഈ NDA എന്ന് പറയുന്നത് BJP ആണ്. അല്ലാതെ ഈ പറഞ്ഞ 2020ക്കും അങ്ങനെയാണെങ്കിൽ 14% ഇത്തവണ ഉള്ളൂ. 6% കുറവുണ്ട്, എന്തായാലും കുറവുണ്ട്. അത് ചെറിയ കുറവല്ല. 5% കുറവുണ്ടായാൽ തന്നെ അതൊരു വലിയ പരാജയമാണ്. തീർച്ചയായിട്ടും അതിന് തീർച്ചയായിട്ടും BJPയുടെ സംസ്ഥാന നേതൃത്വം ഉത്തരം പറയേണ്ടതാണ്. അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. നമുക്ക് ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ വിഷയം വിശകലനം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ ഇതിനകത്തൊരു എന്താ പറയാ, BJPക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനോ BJPയെ നയിക്കാനോ BJPയെ നേർവഴിക്ക് നയിക്കാനോ ഒന്നും നമുക്ക് ഉദ്ദേശമില്ല. നമ്മൾ CPM-നെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ, പിണറായി വിജയനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ, കോൺഗ്രസിനെയും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മളിപ്പോ CPM-നെ ഇതേപോലെ പിണറായി വിജയനെ കുറിച്ച് ഇന്ന് രാവിലെ 3 ചർച്ച, പിണറായി വിജയന് CPM-ഉം പിന്നെ കൂറക്കൂട്ടം, അതായത് നിങ്ങളൊക്കെ CJP കോക്രോച്ച് പാർട്ടി എന്നൊക്കെ, നമ്മൾ കൂറക്കൂട്ടം എന്നൊരു പേരിട്ടിരിക്കുകയാണ്. അവിടെ എനിക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. ഈ CJP എന്ന് പറയുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അല്ല, അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു, JNTA എന്നാണ്. കോക്രോച്ച് ജനതാ പാർട്ടി. മനസ്സിലായി? ഇത് അത് തന്നെ തെളിയിക്കുന്നു. അതിന്റെ പുറകിലെ ബുദ്ധി എന്ന് പറയുന്നത് പഴയ ആം ആദ്മി പാർട്ടി തന്നെയാണെന്ന് തെളിയിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 4 ചർച്ച ചെയ്യുമ്പോഴാണ് ഇപ്പോൾ BJPയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ ഒരെണ്ണം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ട് ഇതിന്റെ ചില, അതായത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലുള്ളവരാ, യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളവരുടെ കമന്റുകൾ. പിണറായി വിജയനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-കാർക്ക് അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ അവർ ശ്രദ്ധിക്കും, കേൾക്കും. CPM-കാർ ഇത്രയും മോശമായി പെരുമാറില്ല. കോൺഗ്രസ് സത്യമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയും. മുസ്ലിം ലീഗുകാർ പോലും
നമ്മളോട് കുറച്ചൊക്കെ മൃദു സമീപനം എടുക്കുന്ന ചിലരൊക്കെ ഈ അതിതീവ്ര സ്വഭാവമുള്ളവർ നമ്മളെ ആക്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാരും അങ്ങനെയല്ല. നമ്മൾ പറയുന്നതിൽ വസ്തുതാവിരുദ്ധമായി വലിയ അസ്വസ്ഥത, അതിനകത്ത് എന്തെങ്കിലും ഞങ്ങൾ പറയുന്നതിൽ വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ടോ, ഈ പറയുന്ന കണക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും പറയുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പ്രവർത്തിക്കുന്ന, ഇപ്പൊ ഇത് എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള BJP ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് തന്നെ ഞങ്ങൾ ചെയ്യുന്ന വാർത്തയ്ക്കകത്ത് തന്നെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊന്ന് എടുത്തു നോക്കണം. ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ പ്രശാന്ത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഇതിനകത്ത്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ 14% വോട്ട് കിട്ടിയെന്ന്. ഈ 14% വോട്ട് എന്ന് പറയുമ്പോൾ പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. അപ്പൊ പഴയ വോട്ടർമാരുടെ വോട്ട് ഇവിടെ പോയി. BJP തന്നെ എല്ലാ മണ്ഡലങ്ങളിലും 16,000, 20,000, 22,000 വോട്ട് ചേർത്തു എന്നാണ് കണക്ക്. അത് ഈ ചേർത്തു എന്നുള്ള കണക്ക് ആരാ പറയുന്നത്? BJP നേതാക്കൾ പറയുന്നത്. അതിനകത്ത് എത്ര വാസ്തവം ഉണ്ടെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട. അതെ അതെ അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ 14% വോട്ട് കിട്ടിയാൽ പോരാ. എങ്കിലും കുറച്ച് വോട്ടുകളൊക്കെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, പണ്ട് ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാം. വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഞാനത് ആ വാർത്ത ഞാൻ കൊടുത്തതാ. ആ വാർത്ത പിന്നെ ഈ അന്ന് ഈ പറഞ്ഞ പോലെ വി മുരളീധരന്റെ അവസാന ടൈമാണ്. അതായത് 2015-16 ശേഷം അമിത്ഷാ പിന്നെ ദേശീയ അധ്യക്ഷനായിട്ടൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കാലമാണ്. അന്ന് ഈ മിസ്ഡ് ഗോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മിസ്ഡ് ഗോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർ 23,000 പേരുണ്ട് അരുവിക്കര മണ്ഡലത്തിൽ എന്നൊരു കണക്ക് പുറത്തു വന്നു. അപ്പോൾ അന്നത്തെ ഉയർന്ന ചോദ്യം 2016 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉയർന്ന ചോദ്യം, നിങ്ങൾക്ക് അരുവിക്കരയിൽ 23,000 മെമ്പർമാരുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന് O രാജഗോപാൽ ഏതാണ്ട് 33,000 34,000 വോട്ടെന്തോ പിടിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് കൃഷ്ണദാസ് കൃഷ്ണദാസ് കാട്ടാക്കടയാണ്. ഞാൻ അരുവിക്കരയിലെ. അപ്പോൾ അന്ന് രാജേട്ടൻ ആയതുകൊണ്ട് ഇത്രയും വോട്ട് കിട്ടി. നിങ്ങൾ എവിടെ നിങ്ങളുടെ പിന്നെ അരുവിക്കരയിൽ അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടിപ്പോവും, നിങ്ങൾക്ക് അവിടെ യാതൊന്നുമില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് വി മുരളീധരൻ പറഞ്ഞത്, വരട്ടെ, നമുക്ക് ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഇനിയും ഉണ്ടല്ലോ, നമുക്കപ്പം നോക്കാം BJPക്ക് അവിടെ വോട്ടുണ്ടോ ഇല്ലയോ, പ്രവർത്തകരുണ്ടോ ഇല്ലയോ, BJP പിന്നെ വോട്ട് ജയിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, 2016 തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. അപ്പോൾ അന്ന് ഉയർന്ന ഒരു ചോദ്യമാണ്, 23,000 മെമ്പർമാരെ അരുവിക്കര മണ്ഡലത്തിൽ മാത്രം മിസ്ഡ് ഗോൾ അടിച്ചു ചേർന്നിട്ടുണ്ട് BJP. അപ്പോൾ അന്ന് അവിടെ മത്സരിച്ചത് നമ്മുടെ സിനിമാ സംവിധായകൻ രാജസേനൻ. 2016 രാജസേനൻ എത്ര വോട്ട് കിട്ടും, ഒരു 10,000 വോട്ടെങ്കിലും കിട്ടുമോ എന്ന് പോലും ചോദിച്ച മാധ്യമ പ്രവർത്തകരുണ്ട്. വോട്ടെണ്ണിയപ്പോൾ രാജസേനന് 25,000 പുറത്ത് വോട്ടുണ്ടായിരുന്നു. അപ്പോൾ BJPയുടെ ശക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ മാത്രം മതി. ഇവിടെ ശ്രീല പറഞ്ഞത് സുരേന്ദ്രന്റെ കാര്യമാണ്. സത്യത്തിൽ സുരേന്ദ്രന് ചില കാര്യങ്ങൾ അവകാശപ്പെടാനുള്ള യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. എന്താ കാര്യം എന്ന് പറയാം. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് 2020 നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല. BJPക്ക് ഒരു വലിയ, അതായത് BJPക്ക് സംസ്ഥാന പ്രസിഡന്റായിട്ട് സുരേന്ദ്രൻ വന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നിട്ടും അതിൽ മോശമായിട്ടില്ല. അത് കഴിഞ്ഞ് 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് മാസങ്ങൾ, ഒരു 6 മാസം പിന്നിട്ടപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ശരിയാണ്, സീറ്റൊന്നും കിട്ടിയില്ല, ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടു. അന്നൊന്നും കിട്ടാനുള്ള സാഹചര്യം ഇല്ലെന്നേ. ഇതിപ്പോ ഈ തുടർച്ചയല്ലേ പ്രശാന്തേ. ഇത് ഒരു സംസ്ഥാന പ്രസിഡന്റോ ഒരു സംസ്ഥാന സെക്രട്ടറിയോ ഓരോ ഓർഗനൈസിംഗ് സെക്രട്ടറിയോ വന്ന് ഇന്ന് ഉണ്ടാക്കിയതല്ല. ഇത് കാലാകാലങ്ങളായി ഉണ്ടായതിന്റെ തുടർച്ചയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിന് സുരേന്ദ്രനെ കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ പ്രസിഡന്റ് ഭയങ്കര നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രീധരൻ പിള്ളയെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റൊരു, അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് തുടർച്ചയാണ്. അതെ, തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുരേന്ദ്രന് ചില കാര്യങ്ങൾ അവകാശപ്പെടാനുള്ള മെറിറ്റ് ഉണ്ട്. കാരണം സുരേന്ദ്രൻ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു വന്നപ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ഒരു ലോക്സഭാ മണ്ഡലം BJP വിജയിച്ചു, വേറൊരു മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തി. ഇനി 2 മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ LDF UDF വിറച്ചു. അത് ആറ്റിങ്ങലും ആലപ്പുഴയും.
ഇനി പാലക്കാട് ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി. അതുപോലെ കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ ബി.ജെ.പിക്ക് വോട്ട് കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഏത് മണ്ഡലത്തിലാണ് ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല? എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ ഒരല്പം കുറഞ്ഞു. അനിൽ ആന്റണി, സുരേന്ദ്രൻ മത്സരിച്ചപ്പോ കിട്ടിയ വോട്ട് കിട്ടില്ല. അനിൽ ആന്റണി സ്വാഭാവികമാണ്. അല്ല, എന്നിട്ടും അനിൽ ആന്റണി ആരോടാണ് മത്സരിച്ചത്? അപ്പുറത്തെ തോമസ് ഐസക്കും പിന്നെ ഇദ്ദേഹം ആന്റോ ആന്റണിയാണ്. അപ്പോ അവിടെ തീർച്ചയായിട്ടും അനിൽ ആന്റണിക്ക് അത്രയും വോട്ട് കിട്ടിയത് വലിയ കാര്യം തന്നെ, വലിയ കാര്യമാണ്. ചെറിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ നേടിയ സുരേന്ദ്രന് സത്യത്തിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെടാനുള്ള അർഹതയുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ടൊരു രാജ്യസഭാ മെമ്പർ കാരണം ഈ രാജ്യസഭാ മെമ്പർ ആക്കി അദ്ദേഹത്തെ ഒരു പക്ഷേ ഒരു സഹമന്ത്രി ആക്കിയാൽ നല്ല പെർഫോമൻസ് ഞാൻ വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയായി, പാർലമെന്ററി കാര്യ മന്ത്രിയായി. അദ്ദേഹം വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മോശക്കാരനാണ് അല്ല. അതെ, ഇതെന്തൊരു മന്ത്രി എന്ന് പറയാൻ ഒരിക്കലും വി മുരളീധരന്റെ പ്രകടനം അല്ല. വി മുരളീധരന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മുരളീധരനെ സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മികച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രാഷ്ട്രീയം പറയുകയും ഒരേ സമയം സംഘടനയെ ടൈറ്റൻ ആക്കുകയും ചെയ്ത ഒരാളാണ്. ചലിപ്പിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു അവസാന കാലഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ല സംസ്ഥാന പ്രസിഡന്റും വളരെ നല്ല മന്ത്രിയുമായിരുന്നു. കാര്യത്തിൽ ബി.ജെ.പിക്ക് ഉള്ളിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലും വലിയ പരിക്കൊന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ വന്നപ്പോഴും അത് തന്നെ സംഭവിച്ചു. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ചില അദ്ദേഹത്തിന്റെ ചില തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചില തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാളിപ്പോ വരുന്നു, ഇപ്പൊ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നു. വി.ഡി. സതീശൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് റോയ് മാത്യുവിനെ പോലുള്ള ഒരാൾ മീഡിയ സെക്രട്ടറി ആക്കുന്നത്. കാരണം പൊളിറ്റിക്സ് അറിയാവുന്ന അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് എല്ലാം കൃത്യമായി അറിയുന്നത് എങ്ങനെയെന്നറിയാം, എല്ലാം അറിയുന്ന ഒരാളാണ്. അത് കുറച്ചുകൂടി രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്ന, രാഷ്ട്രീയ രംഗത്തെ കുറിച്ച് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. അല്ലാതെ ഇപ്പോ നേരെ മറിച്ച് സുരേന്ദ്രനൊക്കെ വന്ന സമയത്ത് മീഡിയ സെക്രട്ടറി സുവർണ്ണ മോശക്കാരനാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ എങ്കിൽ പോലും താരതമ്യേന പ്രായം കുറവുള്ള ജൂനിയറായ ഒരാളെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് കഴിവില്ല. ശ്രീധരൻ പിള്ള സാർ അവിടെ ഇരുന്ന സമയത്ത്, കുമ്മനം രാജശേഖരൻ ഇരുന്ന സമയത്ത് അവിടെ അഡ്വൈസറായിട്ട് വെച്ചത് ഹരിയസ് കർത്തയാണ്. അത് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സമയത്ത് ഈ പറഞ്ഞതുപോലെ മീഡിയ അങ്ങനെ ബി.ജെ.പി ആക്രമിച്ചിട്ടില്ല, പ്രസിഡന്റുമാരെ ആക്രമിച്ചിട്ടില്ല. പിന്നെ രാഷ്ട്രീയമായ വിഷയങ്ങൾ കൊണ്ട് വന്നേക്കാം. ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ ആക്ഷേപം നേരിട്ടു. പക്ഷെ അതെല്ലാം വഴി അങ്ങ് പോയി. അതിനൊന്നും വലിയ ഒരു നിലനിൽപ്പുണ്ടായില്ല. പിന്നെ ശ്രീധരൻ പിള്ള സാറിന്റെ കാലത്ത് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്ഷേപം സുവർണ്ണ അവസരമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് തന്നെ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അദ്ദേഹം ആരെ മീഡിയ അഡ്വൈസറായി വെച്ചാലും അദ്ദേഹത്തിന് മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് അതിലും വലിയ കാര്യം. എന്റെ അഭിപ്രായത്തിൽ കുറച്ച് പക്വതയുള്ള പരിണിത പ്രജ്ഞനായ ഒരാളെ ഒരു പക്ഷേ സീനിയറായി എന്നതിന് കാരണം എന്താ വെച്ചപ്പോ സുവർണനാണെങ്കിലും ഞാൻ ആദ്യം മനസ്സിലാക്കിയ ചില മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ വിളിക്കുകയും സംസാരിക്കാനൊക്കെ സുരേന്ദ്രനോട് വിളിക്കുമ്പോൾ അത് ആരാണെന്നറിയാതെ ശരി വിളിച്ചേക്കാം പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞത് വലിയ രീതിയിൽ സുരേന്ദ്രന് ദോഷം ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് ഇപ്പൊ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സുവർണൻ കുറച്ചുകൂടെ കഴിഞ്ഞു, 10 വർഷമായി, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി, 15 വർഷം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ഒരാളാണ്. ഒരുപാട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ബി.ജെ.പി ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ, സംസ്ഥാന അധ്യക്ഷന്റെ റിയാക്ഷൻ എടുക്കാൻ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം, പിന്നെ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല, പിന്നെ പറയേണ്ടത് അതിന് സുവർണനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് താരതമ്യേന ജൂനിയർ ആയ സുവർണനെ മാധ്യമ പ്രവർത്തകരെ അറിയണമെന്നില്ല. കേരള കൗമുദിൽ 1-2 വർഷം അവിടെ സത്യത്തിൽ തെറ്റുകാരൻ സുരേന്ദ്രനാണ്. കാരണം അദ്ദേഹം കുറെ കൂടെ വളരെ മുതിർന്ന ഒരാൾ, ഒരു പക്വതയുള്ള ഒരാൾ. സുവർണനെ വെച്ചോട്ടെ, ഇനി സുവർണനെ വേണം, അടുത്ത ആളാണെങ്കിൽ സുവർണനെ അതിന് താഴെ നിർത്തൂ. പക്ഷെ ഈ പറഞ്ഞതുപോലെ മീഡിയയോട് സംസാരിക്കാൻ വളരെ മുതിർന്ന ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ വെക്കണമായിരുന്നു. ശരി, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്, ധാരാളം പേര് ബിജെപിയിലുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയാം, സുരേന്ദ്രൻ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ മുമ്പിൽ 2 ഓപ്ഷനാണ് കേരളത്തിൽ. ഒന്നുകിൽ കെ സുരേന്ദ്രൻ, അദ്ദേഹം 2024 വിജയത്തിന്റെ
അവകാശം പറഞ്ഞു ഒന്നും നേടിയിട്ടില്ല. ഒന്നും. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും നോമിനികളെ വേണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വെക്കണമെന്നോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ഭംഗിയായി മാറി പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ല. അതെനിക്കും ഇല്ല, മാറി നിന്നായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നില്ല. ഈ പിന്നെ സുരേന്ദ്രൻ വിരോധികൾക്ക് ഇതൊക്കെ പറയാം, അത് പാർട്ടിക്കുള്ളിലും പുറത്തും ഒക്കെ അതൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ അങ്ങനെ കാണുന്നില്ല അതിനെ. അതൊന്ന്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ കേന്ദ്ര മന്ത്രിയാക്കാം. കേരളത്തിനൊരു ഒരാള് വേണം എന്നുള്ള നിലയ്ക്ക്. കാരണം ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ജോർജ് കുര്യന്റെ സമയം കഴിയാൻ പോകുന്നതാണ്. മറ്റൊന്ന്, ഞാൻ ജോർജ് കുര്യന്റെ സമയം കഴിയാൻ പോകുന്നു രാജ്യസഭ എം പി എന്ന രീതിയിൽ. സുരേഷ് ഗോപിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ലാഭമുള്ള, അദ്ദേഹം പണം ഉണ്ടാക്കും, മറ്റു മാർഗത്തിൽ ബിസിനസ്സിലൊന്നും പണം ഉണ്ടാക്കുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു താല്പര്യം, ഒരുപാട് സിനിമകൾക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സമയം നീണ്ടുപോകുന്നു. അദ്ദേഹത്തിന് നഷ്ടമാണ് സത്യത്തിൽ രാജ്യസഭാ പദവി, കേന്ദ്രമന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിയെ മാറ്റാനുള്ള ഒരു സാധ്യത, അങ്ങനെ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കെ സുരേന്ദ്രനെ കൊണ്ടുവരികയും കെ സുരേന്ദ്രനെ ഒരു സഹമന്ത്രിയാക്കുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും അത് കേരളത്തിലെ BJPക്ക് മുതൽക്കൂട്ടാകും. അത് ഓപ്ഷൻ നമ്പർ 1. രണ്ടാമതൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത്, ഇത് കേരളത്തിൽ രണ്ടുപേർക്കാണ് അക്കോമഡേഷൻ കൊടുക്കേണ്ടത്. ഒന്ന് ശോഭാ സുരേന്ദ്രനും, ഒന്ന് സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീ എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു അക്കോമഡേഷൻ ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല അക്കോമഡേഷൻ. ഇപ്പോ സുരേന്ദ്രനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ രാജ്യസഭ MP ആക്കുന്നു. അപ്പൊ പിന്നെ ഇവരെ അങ്ങനെയല്ല, അതിനുള്ള യോഗ്യതയുണ്ട്. അവർ രണ്ടുപേരും അതിന് അർഹതയുള്ളവരാണ്. ഇനി മറ്റൊന്ന്, ഇനി അങ്ങനെ സംഭവിച്ചില്ല എന്നിരിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ MLA ആയി വിജയിച്ചു. അദ്ദേഹം ഇനി നിയമസഭയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റിന്റെ പദവി, ആ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തിന് സമയക്കുറവ്, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും. എന്തുകൊണ്ട് കെ സുരേന്ദ്രനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരാളെ തിരിച്ചു കൊണ്ടുവന്നുകൂടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക്? അത് എൻ്റെ ഒരു ഇതിൽ ഇന്നുള്ള നേതാക്കളിൽ, ഇപ്പോൾ മറ്റുള്ളവരൊക്കെ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷെ ഉള്ള നേതാക്കളിൽ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇന്നിരിക്കാൻ ആദ്യത്തെ ടേമിൽ ഇരുന്നപ്പോൾ ഉണ്ടായ ചില പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചേക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വിശകലനം എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. വേറൊരാളെ നമുക്ക് ചൂണ്ടിക്കാട്ടാനില്ല സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക്. വേറൊരാളെ ഞാൻ അങ്ങനെ പറയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് BJPയുടെ ആഭ്യന്തര വിഷയമാണ്, അവരുടെ സ്വാതന്ത്ര്യം. എന്നാലും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴേ, ഒരു ജേർണലിസ്റ്റ് എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ്, നമുക്ക് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ അത്രയും മൂർച്ച, ശ്രീല പറയുന്ന അത്രയും മൂർച്ച എനിക്ക് ആ കാര്യത്തിലില്ല. കാരണം ഞാൻ കുറച്ചുകൂടെ ആ കാര്യത്തിൽ ലിബറലാണ്. ശ്രീല കുറച്ചുകൂടെ അഭിപ്രായം വളരെ കൃത്യമായി പറയുന്ന ആളാണ്. ഞാൻ അത്രയും കൃത്യം. മറ്റൊരാളുണ്ടെങ്കിൽ പ്രശാന്ത് പറയേ, അല്ല വേറൊരാൾ ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പറ്റുന്നു. ഇപ്പൊ അല്ല, അതിൽ യുവമോർച്ചയുടെ ഞാൻ പറയട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രഗത്ഭന്മാരിരുന്ന ഒരു കസേരയാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആ സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലേക്ക് ഇപ്പോൾ വന്നേക്കുന്ന സംസ്ഥാന അധ്യക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ, കേരളം ഏറ്റവും ചർച്ച ചെയ്ത സമരമായിരുന്നു കോവളം കൊട്ടാര സമരം. അത് ചെയ്ത സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ പോലീസ് മർദ്ദനം, ശബരിമല സമരം നടന്നു. അപ്പൊ ഇതൊക്കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള സമരങ്ങളെല്ലാം സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ നമുക്ക് ലഭിക്കാൻ, BJPക്ക് ലഭിക്കാൻ കാരണമായതുപോലും സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങൾ തന്നെയാണ്. ഇതൊരു തുടർച്ച തന്നെയാണ്, ആ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു, മറ്റൊരാളെ നമുക്കിപ്പോ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. ഏറ്റവും മികച്ചയാള് സുരേന്ദ്രൻ. അത് തന്നെ ഞാനും പറയുന്നത്. അപ്പോ അങ്ങനെ സുരേന്ദ്രനെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സെക്കൻഡ് ജനറേഷനിലായിട്ട് കൊണ്ടുവരാം. BJPയിൽ ഒരു വലിയ അഴിച്ചുപണി വരുന്നുണ്ടെന്നുള്ള വാർത്ത ആദ്യം പുറത്തു വിട്ടത് നമ്മളാണ്. ഇപ്പൊ 3 ദിവസം കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് വൈകാതെ തന്നെ അഴിച്ചുപണി ഉണ്ടാകും. കേന്ദ്ര മന്ത്രിസഭയിലടക്കം മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി വേണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. മേഖലാ സെക്രട്ടറിമാരെല്ലാം മാറുന്നു. അതുപോലെ കേരളത്തിൽ ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി വരും. കാരണം അതിന് ഓർഗനൈസിംഗ് സെക്രട്ടറി ഇല്ലാത്തതിന്റെ എല്ലാ കുഴപ്പവും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് നമ്മൾ കണ്ടതാണ്. പണം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പണം വീതം വെപ്പും പണം അടിച്ചുമാറ്റലും ഒക്കെ, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ, സ്ഥാനാർത്ഥി നിർണയം, പണം, എല്ലാ കാര്യത്തിലും അത് ദൃശ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി അനിവാര്യമാണ്. ഒന്ന്.
രണ്ടാമത് മേഖലാ സെക്രട്ടറിമാരൊക്കെ ഉണ്ട് കേട്ടോ, മേഖലാ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കുവൈ സുരേഷ്, കാശിനാഥ് ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇനാക്റ്റീവ്. ഇപ്പോൾ അവർക്കൊന്നും ഒരു പണിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്നും ചെയ്യുന്നില്ല. ബേസിക് ലെവൽ വർക്ക്, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്, ബേസിക് ലെവൽ വർക്ക്. എന്നോട് ഇടുക്കിയിൽ നിന്നുള്ള ഒരാൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഏതാണ്ട് ഒരു 5 മാസമായി ഏതെങ്കിലും ഒരു താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ഇലക്ഷൻ വരുമ്പോൾ ഒരു ആൾക്കൂട്ടം കൂടുന്നു, ഇലക്ഷൻ ജനകീയ പ്രശ്നങ്ങൾ, സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിന് താഴെ ജില്ലാ ഭരണകൂടങ്ങളുണ്ട്. ഇപ്പൊ ജില്ലാ ഭരണത്തിൽ വരുന്ന വിഷയങ്ങൾ ജില്ലാ കമ്മിറ്റികളാണ് ഏറ്റെടുക്കേണ്ടത്. പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരെ എല്ലായിടത്തും പോകണം. തീർച്ചയായിട്ടും പാർട്ടി മിഷണറി പ്രവർത്തിക്കണം. എങ്കിലേ ഒരു പാർട്ടി ജനകീയ പാർട്ടിയാണ്. ജനകീയ പാർട്ടി അല്ല, നേതാക്കന്മാരുടെ പാർട്ടിയാണ്. അല്ല, നേതാക്കളുടെ പാർട്ടി എന്ന് മാത്രമല്ല ശ്രീലേ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രമുള്ള പാർട്ടിയാണ്. അതെന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ട് വലിയ ലാഭങ്ങൾ ഇപ്പൊ അടുത്ത കാലങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോ മത്സരിക്കാൻ ആളില്ലായിരുന്നു. ഓടിപ്പിടിച്ചിട്ട് രാമപിള്ള സാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി ഓടിപ്പിടിച്ചിട്ടാ ചെയ്തത്. ഓരോരുത്തരെ പോയി വീട്ടിൽ ചെന്ന് കുത്തിയിരുന്നു. അത് എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. കാരണം എന്റെ അമ്മ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് ഓപ്പറേഷൻ, യൂട്രസിന് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്ന സമയമാണ്. അടുത്ത ആഴ്ച ഓപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ ഉടനെ ഡിക്ലെയർ ചെയ്യുകയാണ്. ആ ഓപ്പറേഷൻ മാറ്റിവെച്ച് 2 മാസം ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ടാണ് എൻ്റെ അമ്മയെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് BJP-ക്കാർ പോകാതെ വീട്ടിൽ കുത്തിയിരുന്ന് മത്സരിപ്പിക്കുകയായിരുന്നു. കാരണം അസുഖമുള്ള അമ്മ, ഞാൻ ഒരു കാരണവശാലും മത്സരിക്കുന്നില്ല, എനിക്ക് സുഖമില്ല, എനിക്ക് ഓപ്പറേഷൻ ഉണ്ട്. അമ്മയ്ക്ക് ഭയങ്കരമായി ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ആ ഓപ്പറേഷൻ സമയം മാറ്റി വെച്ചിട്ടാണ് അമ്മയെ മത്സരിപ്പിച്ചത്. അന്നൊന്നും ആളില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അന്നൊക്കെ ഈ ഫാമിലി, വലിയ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടും. 2, നമ്മൾ സ്വയമായി പണം ഇറക്കണം. അപ്പൊ അതുകൊണ്ട് പണം ഉള്ളവരെ മാത്രമേ, അത് സാമ്പത്തികമായി ചെലവ് ചെയ്യാനുള്ള ആൾക്കാരുള്ളവരെ മാത്രമേ അന്ന് മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അതല്ലല്ലോ സാഹചര്യം. എല്ലാവരും മത്സരിക്കാൻ വേണ്ടി സീറ്റിന് കോപ്പ് കൂട്ടുകയും ബഹളം വെക്കുകയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ബഹളം വെക്കുകയും, അത് പണത്തിന് വേണ്ടിയാണെന്നേ, പണത്തിന് വേണ്ടി. അല്ലാതെ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ഇപ്പൊ നിരന്തരം എനിക്ക് പൊതു വിഷയങ്ങളോട് ഞാൻ ഇതൊന്നും രാഷ്ട്രീയ രംഗത്തില്ല, ലാഭം നോക്കിയല്ല, ആരുടെയും മുഖം നോക്കി എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയല്ല അഭിപ്രായം പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നുള്ളത് എന്നിലുള്ള ഒരു പൊതുപ്രവർത്തകയാണത്. ആ പൊതുപ്രവർത്തകയ്ക്ക് കലഹിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ ആ പ്രശ്നം ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അത് നന്നായി വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം ഒരു ഇതുമില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സോഷ്യൽ മീഡിയയിൽ എഴുതി മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ കുറച്ച് ആൾക്കാർ അത് എന്നെ ശ്രദ്ധിക്കുന്നു, എന്നെ കാണുന്നു, ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരു പൊതുപ്രവർത്തകരുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ഈ ബാക്കിയുള്ള, ആലോചിച്ച് നോക്കൂ, ഒരു വിഷയത്തിലും പ്രതികരിക്കില്ല, ഒരു വിഷയത്തിലും അഭിപ്രായമില്ല. ആകെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കുറച്ച് ഉടുപ്പ് എടുത്തിട്ട് ഇറങ്ങും. ആ സമയത്ത് വരും. ആ ഒരു 5 ഇപ്പം ഇന്നലെ ഒരു വാർത്ത വന്നത് ബി ഗോപാലകൃഷ്ണനൊക്കെ പുതിയ വീട് വെക്കുന്നു എന്നാണ്. ബി ഗോപാലകൃഷ്ണൻ കൊട്ടാര സദൃശ്യമായ ഒരു വീട് നേരത്തെ ഉള്ളതായി എനിക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത വീട് വെക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത വരുന്നത്. അടുത്ത വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നിടത്താണ് ആന വരൻ്റെ കൂടി പ്രശ്നം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് ചോദിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, നമുക്ക് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു BJP-യുടെ ഒരു പരിപാടി നടക്കുമ്പോൾ സ്ഥലപരിമിതി കുറച്ച് സ്ഥലം മതിയായിരുന്നു. ഇന്നത് പറ്റില്ല. ഇന്ന് ഒരു 100 പേരുണ്ടെങ്കിൽ 150 ഇന്നോവ കിടക്കാനുള്ള സ്ഥലമുള്ള ഒരു സ്ഥലത്ത് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലെത്തി. ഇന്ന് BJP വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു. ഒരു ജോലിയും ചെയ്യാതെ, പ്രത്യേകിച്ച് ഒരു ബിസിനസ്സോ ഒന്നുമില്ലാതെ വലിയ രീതിയിൽ അണികളുണ്ട്, പ്രവർത്തകരുണ്ട്, നേതാക്കന്മാർക്ക് പണവുമുണ്ട്. പാവം പിടിച്ച കുറച്ച് അണികൾ ഈ കാലാകാലങ്ങളായി ഈ സംഘടനയോട് ആത്മാർത്ഥതയുള്ള വോട്ട് ചെയ്തു. മാത്രമല്ല ശ്രീലേ, BJP ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇന്ന് CPM-നുള്ളിലും കോൺഗ്രസിനുള്ളിലും ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഇതൊക്കെയാണ് ഈ കേരളത്തിലെ BJP മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊന്ന്, എത്ര പേരെ പ്രവർത്തനം നടത്തുന്ന, ഞാൻ വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് വിട്ടു. കെ സുരേന്ദ്രൻ, അപ്പോൾ കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ 2 ഓപ്ഷൻ ഉണ്ട്. അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ട് തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു കേന്ദ്ര, ഈ പറഞ്ഞ പോലെ രാജ്യസഭയിലേക്ക് ജയിപ്പിച്ച് MP ആക്കി അദ്ദേഹത്തെ വേണമെങ്കിൽ മന്ത്രിയാക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അടുത്ത ഷഫ്ലിങ്ങിൽ വേണമെങ്കിൽ മന്ത്രിയാക്കാം. അങ്ങനെ 2 ഓപ്ഷൻ BJP. തീർച്ചയായിട്ടും അദ്ദേഹം അതിന് അർഹനാണ്. അതിനുള്ള അത് അവകാശപ്പെടാനുള്ള മെറിറ്റ് അദ്ദേഹത്തിനുണ്ട്, യോഗ്യതയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് BJP-ക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. BJP ഇനിയിപ്പോ ഈ ആരെന്ത് പറഞ്ഞാലും നേട്ടങ്ങളെ കുഴൽപ്പണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്ത് ആക്ഷേപം ഉന്നയിച്ചാലും ശരി, BJP-ക്ക്
അദ്ദേഹത്തെ ഈ KJP എന്നൊക്കെ പറഞ്ഞ് കെ സുരേന്ദ്രനെ ആക്ഷേപിക്കാൻ ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഉദ്ദേശവും വ്യക്തമാണ്. അവരൊക്കെ ഇപ്പൊ ഏതാണ്ട് പൂച്ചു പുറത്തായി. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ ഇപ്പൊ ഏതാണ്ട് കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഈ സുരേന്ദ്രന് ഇരട്ടപ്പേര് കൊടുക്കുക, അങ്ങനെ ആക്ഷേപിക്കുക. KJP കേരള ജനതാ പാർട്ടി കേൾക്കാനേ ഇല്ലല്ലോ. കാരണം രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും പേടിയുണ്ട് കേട്ടോ. കാരണം കേന്ദ്രവുമായി അടുത്ത് ബന്ധമുള്ളത് കൊണ്ട് പെട്ടെന്ന് പോയി പറഞ്ഞാൽ അല്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പേടിയുള്ളതുകൊണ്ടാണ് ഈ KJP എന്നുള്ള പേര് പോലും. KJP എന്നുള്ള പേര് ആരും സുരേന്ദ്രനെ മാത്രമല്ല സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തു. സുരേന്ദ്രൻ കുറച്ചുകൂടി ജനകീയനായിരുന്നല്ലോ. അപ്പൊ ജനങ്ങളോട് കൂടുതൽ അടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജനകീയനാണ് എന്നതിനപ്പുറത്തേക്ക് കുറച്ച് അകന്നു മാറി നിൽക്കുന്നവരെ ആക്രമിക്കാനുള്ള വാസന കുറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനകീയരായവരെ ആക്രമിക്കാൻ മാത്രമല്ല, സുരേന്ദ്രൻ ജനകീയനാണെന്ന് മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടി വന്നു. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാൻ. സത്യം. നന്ദി, നല്ല നമസ്കാരം.